പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണിവയെല്ലാം. എല്ലാ വസ്തുക്കളിലും ഈശ്വരാംശം കുടികൊള്ളുന്നു. വളരുവാനും നിലനിൽക്കുവാനും ഇവയെ സഹായിക്കുന്നത് ആ ഈശ്വരാംശമാണ്. വസ്തുക്കളിൽ നിന്നും ജീവികളിൽ നിന്നും ഈശ്വരാംശം നഷ്ടപ്പെടുമ്പോൾ അവ മാറ്റത്തിന് വിധേയമാകുന്നു, അഥവാ പുനഃസൃഷ്ടിക്കപ്പെടുന്നു. പഞ്ചഭൂതങ്ങളുടെ പഞ്ചീകരണത്താലാണ് അത് സംഭവ്യമാകുന്നത്. ഇത് ഭൂമിയിലുള്ളതിൽ വച്ച് ഏറ്റവും സൗന്ദര്യമുള്ള ഷഡ്പദമാണ്. ഇതിന് ചിത്രശലഭമെന്നും പൂമ്പാറ്റയെന്നും പറയുന്നു. പക്ഷേ ഈ പാവത്തിന് 2 ആഴ്ച മാത്രമേ ആയുസുള്ളൂ. അയ്യോ കഷ്ടം. പൂക്കളിൽ നിന്ന് ലഭിക്കുന്ന തേനാണ് ഇവയുടെ ഭക്ഷണം. തേനോ? എനിക്കത് രുചിച്ചു നോക്കാനൊരു മോഹം. ഇതാ കുടിച്ചോളൂ. എങ്ങനെയുണ്ട്? നല്ല മധുരം. പൂക്കൾ കണ്ടു, ചിത്രശലഭങ്ങളെയും സസ്യലതാദികളെയും കണ്ടു. ഇനി ഭൂലോകത്തെ മറ്റു ജീവികളെയും മനുഷ്യരെയും എല്ലാം കാണണമെന്ന ആഗ്രഹമുണ്ട് നാഥ. നാഥ, അങ്ങ് എവിടെയാണ്? എനിക്ക് പേടിയാകുന്നു. മാലിനി, ഭയന്നുപോയോ? ഭയക്കേണ്ട കാര്യമില്ല. ഞാൻ മാലിനിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. ഇനിയും ഏത് രൂപം വേണമെങ്കിലും സ്വീകരിക്കാൻ എനിക്ക് സാധിക്കും. മാലിനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വിദ്യ ഞാൻ കാണിക്കട്ടെ. ഇനിയും എന്നെ പേടിപ്പിക്കാനാണോ? അല്ല. എന്ത് ഭംഗിയായിരുന്നു ആ പക്ഷിക്ക്. മയൂരമാണത്. ആൺമയൂരങ്ങൾ മഴമേഘങ്ങൾ കാണുമ്പോൾ പീലി വിടർത്തി നൃത്തമാടും. ഭംഗിയുള്ള ഒരുപാട് ജീവികൾ ഇനിയുമുണ്ട് ഭൂമിയിൽ.
ഓഹോ, നാഥൻ ഇവിടെ വന്ന് നിൽക്കുകയാണല്ലേ? നാഥ, എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ? മാനിൽ നിന്നും കാട്ടാളന്റെ രൂപം മാറി എന്നെ കബളിപ്പിക്കാൻ നോക്കണ്ട. അങ്ങ് ഏത് രൂപം സ്വീകരിച്ചാലും എന്റെ ഗന്ധർവനെ ഈ മാലിനി തിരിച്ചറിയും. ഗന്ധർവനല്ല. എന്നോട് കള്ളം പറയണ്ട. മാനായും മയിലായും മാറിയ അങ്ങ് മനുഷ്യനെ ഞാൻ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് ഭൂലോകവാസിയായി വേഷം മാറി എന്നെ പറ്റിക്കല്ലേ? മറ്റാരോ ആണെന്ന് ഇവൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇവൾ ദേവസ്ത്രീയോ അപ്സരസോ ആണെന്നുള്ളത് തീർച്ചയാണ്. മലദൈവങ്ങൾ ഏന് തന്ന സമ്മാനമാവും ഇവള്. എന്താ ആലോചിക്കുന്നത്? പുതിയ വിദ്യ കാണിച്ച് എന്നെ പറ്റിക്കാനാണോ ഭാവം? ഈ വേഷം മാറൽ നമുക്ക് അവസാനിപ്പിക്കാം. കുലടേ, നമ്മെ ചതിക്കുകയായിരുന്നു അല്ലേ? എങ്ങനെ സാധിച്ചു ഇതിന്? അതും ഒരു വനവാസിയുമായി. ഇത്രത്തോളം നീചയാണ് നീയെന്ന് നാം അറിഞ്ഞിരുന്നില്ല. വിവാഹത്തിന്റെ അടുത്ത നാൾ തന്നെ യാതൊരു ലജ്ജയുമില്ലാതെ പരപുരുഷനെ തേടിപ്പോയ നിനക്കിനി നമ്മുടെ പത്നി പദത്തിന് അർഹതയില്ല. ഈ ഉള്ളവൾക്ക് ഒരബദ്ധം പറ്റിയതാണ്. വേണ്ട, നമുക്കിനി ഒന്നും കേൾക്കണ്ട. നമ്മോട് കാട്ടിയ വഞ്ചനയ്ക്കുള്ള ശിക്ഷ അനുഭവിച്ചേ തീരൂ. നിന്നെ നാം ശപിക്കുന്നു. കാട്ടാളനെ പ്രാപിച്ച നീ ഒരു കാട്ടാള കുലത്തിൽ കാട്ടാള പെൺകുട്ടിയായി പിറക്കട്ടെ. നമുക്കിനി കാണണ്ട നിന്നെ. അങ്ങയുടെ ശാപം ഫലിക്കുമെന്ന് എനിക്കറിയാം. ഫലിക്കട്ടെ. ഇനി ഈ ഉള്ളവളുടെ ജന്മം കാട്ടാള കുലത്തിൽ തന്നെ ആവട്ടെ. പക്ഷെ സത്യം അറിയാൻ അങ്ങ് ദയ കാണിക്കണം. നാം ഒരിക്കലും മനഃപൂർവ്വം അങ്ങേ ചതിക്കായിരുന്നില്ല. മാനായും മയിലായും ആനയായും മാറിയ അങ്ങ് കാട്ടിയ മറ്റൊരു ഇന്ദ്രജാലമാണെന്നാണ് ഞാൻ കരുതിയത്. അങ്ങ് രൂപം മാറി വനവാസിയായി നമ്മെ കബളിപ്പിക്കുകയാണെന്ന് ഈ ഉള്ളവൾ കരുതിപ്പോയി. അങ്ങാണെന്ന് വിശ്വസിച്ചാണ് ആ വനവാസിയായിട്ട് നാം. ഭർത്തൃവഞ്ചന മാപ്പർഹിക്കാത്ത കുറ്റമാണ് സംഭവിച്ചു പോയി. പ്രാണനെ തുല്യ സ്നേഹിച്ചിരുന്ന അങ്ങേ അറിയാതെയാണെങ്കിലും ഞാൻ വഞ്ചിച്ചു. വഞ്ചന വഞ്ചന തന്നെയാണ്. പാതിവൃത്യം നശിച്ച ഈ ഉള്ളവളുടെ ജന്മം ഈ ഭൂമിയിൽ തന്നെ തീരട്ടെ. പക്ഷെ ഒരിക്കലും ഈ മാലിനി മനസ്സവാച അങ്ങേ വഞ്ചിച്ചിട്ടില്ല. മാലിനി ക്ഷമിക്കണം. നാം കാരണമാണ് നിനക്ക് ദുർവിധി വന്നു ഭവിച്ചത്. വെറുതെ ഇന്ദ്രജാലം കാട്ടി നാം നിന്നെ രസിപ്പിക്കരുതായിരുന്നു. ഇനി നാം എന്തു ചെയ്യും? ശാപം തിരിച്ചെടുക്കുക അസാധ്യം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ശാപം നൽകുന്നവർ തന്നെ ശാപമോക്ഷത്തിനുള്ള വഴിയും അരുളി ചെയ്യാറുണ്ടല്ലോ. പറഞ്ഞാലും നാഥ. മാലിനി, സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കൃപയാൽ നിനക്ക് ശാപമോക്ഷം സിദ്ധിക്കും. എങ്ങനെ? ഒരു കാട്ടാളകുലത്തിൽ പിറവിയെടുക്കുന്ന നിന്റെ മുൻപിൽ
ശ്രീരാമചന്ദ്രൻ ഒരിക്കൽ വന്നെത്തും. അന്ന് നിനക്ക് ശാപമോക്ഷവും ലഭിക്കും. നമ്മൾ വീണ്ടും ഒന്നാവുകയും ചെയ്യും. മംഗളം ഭവന്തു. മാലിനിക്ക് ശാപമോക്ഷം ഉപദേശിച്ച് ഭീതിഹോത്രൻ ഗന്ധർവലോകത്തിലേക്ക് മടങ്ങുന്നു. ഈശ്വരന്മാർക്ക് പോലും കാലക്കേടുണ്ടെന്ന് കേട്ടിട്ടില്ലേ? അത്തരമൊരു കാലക്കേടാണ് മാലിനിക്കും ഭവിച്ചത്. സാക്ഷാൽ കൈലാസനാഥന് പോലും കാലക്കേടുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ജ്യോതിഷകാരകനായ തൻ്റെ പുത്രൻ ശ്രീമുരുകനോട് ഭഗവാൻ മഹാദേവൻ തൻ്റെ ജാതകം പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. ഭഗവാന് ഏഴരാണ്ട ശനി തുടങ്ങാൻ പോകുന്ന സമയം ശ്രീ സുബ്രഹ്മണ്യൻ ഗണിച്ചു പറയുകയും ചെയ്തു. 7.5 വർഷം വരുന്ന ശനിദോഷം മഹാദേവനായതിനാൽ 7.5 നാഴികയായി കുറയ്ക്കുകയും എന്നാൽ അതും സാധ്യമല്ല എന്ന കാരണത്താൽ 7.5 മാത്രയാക്കുകയും ചെയ്തു. 7.5 വർഷം അനുഭവിക്കേണ്ടത് 7.5 മാത്രയാക്കുമ്പോൾ അതിൻ്റെ കാഠിന്യം എത്രമാത്രമുണ്ടാകുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ശനിയിൽ നിന്ന് രക്ഷ നേടാൻ ഭഗവാൻ പരമേശ്വരൻ 7.5 മാത്ര സമയം ഒരു തവളയുടെ രൂപത്തിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഓവിൽ കയറി ഒളിച്ചു. ആ സമയം അഭിഷേകജലം പുറത്തേക്കൊഴുകാതെ വന്നപ്പോൾ ക്ഷേത്രപൂജാരി ഓവിൽ ദർഭപ്പുല്ലിനാൽ കുത്തുകയും ഓവ് തുറക്കാത്തതിനാൽ ഭക്തർ പുറത്തുനിന്ന് ഓവിൽ കമ്പുകൊണ്ട് കുത്തുകയും ചെയ്തു. ഇരുഭാഗത്തു നിന്നും കുത്തേറ്റ തവളയുടെ കണ്ണ് പുറത്തേക്ക് വീങ്ങുകയും ചെയ്തു. ശനിദോഷ സമയത്തിനു ശേഷം ഭഗവാൻ കോപിഷ്ഠനാവുകയും ജ്യോതിഷശാസ്ത്രം ഫലിക്കാതെ പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. എന്നാൽ സുബ്രഹ്മണ്യസ്വാമി ശാസ്ത്രങ്ങളുടെ ആവശ്യകത തൻ്റെ പിതാവായ കൈലാസനാഥനെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ മഹാദേവൻ ഒട്ടൊത്തും ഒട്ടൊക്കാതെയും പോകട്ടെ എന്ന് പ്രതിവിധി കൽപ്പിക്കുകയും ചെയ്തു. ഇന്നും ജ്യോതിഷശാസ്ത്രം അനുഭവത്തിൽ ചിലർക്ക് കുറച്ചൊക്കെ ഒത്തും ചിലർക്ക് ഒക്കാതെയും പോകുന്നത് ഈ ശാപം മൂലമാണ് എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. അങ്ങനെ ശാപം ലഭിച്ച മാലിനി ശബരവംശജരായ ചെമ്പന്റെയും പൊന്നിയുടെയും പുത്രിയായി മാതംഗമലയ്ക്ക് സമീപമുള്ള ഒരു കാനനത്തിൽ ജനിച്ചു. വൃക്ഷങ്ങളെയും ശിലകളെയും ആരാധിച്ച് കാടിനോടും ഹിംസ്ര ജന്തുക്കളോടും മല്ലിട്ട് നദിയിലെ മത്സ്യങ്ങളുടെയും മൃഗങ്ങളുടെയും മാംസം ഭക്ഷിക്കുന്ന ശബരഗോത്രക്കാർക്ക് ഉത്സവമായിരുന്നു ചെമ്പന്റെയും പൊന്നിയുടെയും മകളുടെ ജനനം.
നമ്മുടെ ഊരിന് നല്ല കാലം വരാൻ പോണല്ലേ മൂപ്പ? തൈമാസത്തിലാണ് പൊന്നിപ്പെണ്ണ് പെറ്റേക്കണത്. നല്ല നാളാണ്. എല്ലാം മലദൈവങ്ങളുടെ അനുഗ്രഹം. പെങ്കൊച്ചാണ്. ആരുടെ മനസ്സാണോ സഹജീവികളുടെ ദുഃഖങ്ങളിൽ തപിക്കുന്നത്, ആ വ്യക്തി ഈശ്വരന് പ്രിയപ്പെട്ടവനാകുന്നു. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചസ്യധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസ